നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ. ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത്. രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി. പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി. മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് ആര്യ. താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും പോസ്റ്ററുകളുമെല്ലാം വൈറലായി മാറാറുണ്ട്. തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളുമെല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. പ്രണയവിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചും സിംഗിൾ മദർ ലൈഫിനെക്കുറിച്ചുമെല്ലാം ആര്യ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവതാരകയായി കയ്യടി നേടിയിട്ടുള്ള ആര്യ അഭിനയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ജീവിതത്തെക്കുറിച്ചും മറ്റും ആരാധകരുമായി നിരന്തരം സംസാരിക്കാറുമുണ്ട് ആര്യ. താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും പോസ്റ്ററുകളും എല്ലാം വൈറലായി മാറാറുണ്ട്. തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നുവെന്നുള്ള വാർത്ത പുറംലോകത്തെ അറിയിച്ചത്. ഡിജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത്. ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടി. ഐവറി തീമിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ ഒരേ നിറമുള്ള വസ്ത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ ആര്യയുടെയും സിബിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നിറപുഞ്ചിരിയുമായി ആദ്യാവസാനം കൂടെ നിന്ന ആര്യയുടെ മകൾ ഖുഷിയെയും ചിത്രങ്ങളിൽ കാണാം. ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ദിവസം, എൻഗേജ്മെന്റ് ചടങ്ങ്, വെള്ള, ഐവറി, സ്വർണ്ണവർണ്ണങ്ങളും ഒരുപാട് സന്തോഷവും സ്നേഹവും ബന്ധങ്ങളും ഒത്തുചേർന്ന ദിവസം. എൻ്റെ മനസ്സിലെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല. മരണം വരെ ഇതൊരു അവിസ്മരണീയ മുഹൂർത്തമായിരിക്കുമെന്നും ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചു. വിവാഹ നിശ്ചയ ദിവസത്തിനായി ആര്യ ബഡായി തെരഞ്ഞെടുത്തത് തന്റെ സ്വന്തം ബ്രാൻഡായ കാഞ്ചീപുരത്തിന്റെ ഐവറി നിറത്തിൽ പിങ്ക് ആൻഡ് ഗോൾഡ് മീനാങ്കാരി വർക്കും അതേ നിറത്തിലുള്ള ബോർഡറുമുള്ള ബനാറസി പട്ടുസാരിയാണ്. നടി മൃദുല മുരളിയുടെ സംരംഭമായ പ്യുവർ അല്യുവർ ജ്വല്ലറിയുടെ പേൾ ജിമിക്കുകൾ ആര്യയ്ക്കായി സെലക്ട് ചെയ്തത് അടുത്ത സുഹൃത്തായ സനിത സിദ്ധാർത്ഥാണ്. സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തെരഞ്ഞെടുത്ത നടി മുടി പുട്ടപ്പ് ചെയ്ത് മുല്ലപ്പൂ ചൂടിയാണ് ചടങ്ങിനെത്തിയത്. ആര്യയ്ക്ക് മേക്കപ്പ് ചെയ്തത് അടുത്ത സുഹൃത്തു കൂടിയായ സിജൻ ജോസഫാണ്. വരൻ സിബിൻ ബെഞ്ചമിൻ ആവട്ടെ വെള്ളയും ഐവറിയും കലർന്ന മാന്യവർ കുർത്തയും പാന്റുമാണ് വിവാഹ നിശ്ചയത്തിനായി തെരഞ്ഞെടുത്തത്. വെള്ള, ഐവറി, സ്വർണ്ണ നിറങ്ങൾ കലർന്ന പന്തലാണ് തിരുവനന്തപുരം കോവളം നിർവ്വാണ ബുട്ടീക് റിസോർട്ടിൽ നടന്ന ചടങ്ങിന് ഒരുക്കിയത്. ആര്യയുടെ മകൾ ഖുഷി അമ്മയുടെ സാരിയുമായി സാമ്യമുള്ള ഐവറിയിൽ പിങ്ക് പൂക്കൾ തുന്നിയ കോഡ് സെറ്റിലാണ് ചടങ്ങിനെത്തിയത്. വധുവരന്മാരും ഖുഷിയും മാത്രമല്ല, ചടങ്ങിനെത്തിയ അതിഥികളും അണിഞ്ഞിരുന്നത് ഐവറി വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. സന്തോഷ വാർത്ത പങ്കുവെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയും സിബിനും എത്തിയിരുന്നത്. വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര്യ ദീർഘമായ ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമല്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു. എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊണ്ടാണ് ആര്യ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക്. ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി. എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത്. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും, നല്ലതിലും മോശം അവസ്ഥയിലും. പക്ഷെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിന്, എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന്, ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന്, ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന്, എനിക്കും ഖുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന്, ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനുമൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു. എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി. നിങ്ങളുടെ കൈകളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി. എൻ്റെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി. ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു. ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു. എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി. എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും. അതൊരു വാഗ്ദാനമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു പാറ പോലെ, ഒരു പരിചയമായി, ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി, ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളായി, ഞങ്ങളുടെ കുടുംബവുമായി ഞങ്ങളോടൊപ്പം നിന്നു. ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു. ജീവിതം ഞങ്ങൾക്ക് മറ്റൊരവസരം നൽകുന്നു. ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം. കാരണം നമുക്കൊരു കല്യാണം അടുത്ത് തന്നെ ഉണ്ടെന്നായിരുന്നു കുറിപ്പ്. സിബിനും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ. എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്കുണ്ടായിരുന്നു. ഒരു പരാതിയുമില്ലാതെ, വിധിയില്ലാതെ, ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി. അത് അവളാണ്, എൻ്റെ ഉറ്റ സുഹൃത്ത് ആര്യ. എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി. ചിലപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ കണ്ടു. എല്ലാ കുറവുകളും അംഗീകരിച്ച് തന്നെ എന്നെ സ്നേഹിച്ചു. അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി. ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ ഉറ്റ ചങ്ങാതിയും നിശബ്ദതയിലെ എൻ്റെ ചിരിയും എൻ്റെ ആശ്വാസവുമായ എൻ്റെ ചോക്കിയെ
ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ചോക്കി, എൻ്റെ മകൻ റയാൻ, ഒപ്പം എൻ്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ്. നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത്. അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു. കല്യാണം കഴിക്കാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുവെന്നും ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും താരം പറയുന്നു. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്നൂടെ എന്ന് പലരും പറയും, പക്ഷേ എനിക്കൊരു കൂട്ട് വേണമെന്നുണ്ട്. പുതിയൊരു വിവാഹത്തെപ്പറ്റി 2 വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ജീവിതം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് ഭർത്താവിന് കൊടുത്ത് രണ്ടാളും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാണ് ആര്യ പറഞ്ഞിരുന്നത്. അതേസമയം ബഡായി ബംഗ്ലാവിലെ ആര്യയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം നടിക്ക് വ്യാപക വിമർശനമാണ് ലഭിച്ചത്. ഒരു ടെലിവിഷൻ സംഗീത പരിപാടിയിലൂടെ സുഹൃത്തുക്കളായവരാണ് സിബിനും ആര്യയും. ആര്യ അവതാരകയായപ്പോൾ സിബിൻ ആർജിയായി അവിടെ വർക്ക് ചെയ്തിരുന്നു. സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നടി പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആര്യയാണ്. തങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ ആദ്യമായി എതിരഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആര്യ അന്ന് പോസ്റ്റിൽ കുറിച്ചിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ട് എന്നാണ് അന്ന് സിബിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി. ബിഗ് ബോസിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുതെന്ന് ആര്യ പറഞ്ഞത്. പക്ഷേ പോകണമെന്ന സിബിൻ്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങി. പക്ഷേ സിബിൻ ബിഗ് ബോസിൽ എത്തിയതും കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തായത്. അന്ന് സിബിന് വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചു. ആര്യയുടെ ചില വാക്കുകളും ഷോയ്ക്ക് ചാനലിനുമെതിരെ ആയിരുന്നു. അത് ആര്യയുടെ കരിയറിനെ ബാധിച്ചു. അതിനുശേഷം തന്റെ മുഖം ഇനി മിനിസ്ക്രീനിൽ കാണാൻ സാധ്യതയില്ലെന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു. സിബിന് വേണ്ടി കരിയർ പോലും ആര്യ സാക്രിഫൈസ് ചെയ്തപ്പോഴും ആ ബന്ധം ഇങ്ങനൊരു പ്രണയത്തിന് വേണ്ടിയായിരുന്നു എന്ന് ആരാധകരും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ആര്യ കാഞ്ചീവരം എന്ന തൻ്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആക്റ്റീവായി. അതിൽ സിബിനും പങ്കുണ്ട്. കാഞ്ചീവരത്തിൻ്റെ കൊച്ചി ബ്രാഞ്ച് തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകവെയാണ് ഇപ്പോൾ ആര്യ തൻ്റെ ജീവിതത്തിലെ ഈ സന്തോഷം പങ്കുവച്ചത്.